ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ വൈകുന്നേരം ചായ കുടിക്കുകയാണ്. ഇപ്പോൾ ഒരു 4 മണി സമയമാണ്. അമ്മ തയ്ച്ചു വന്നപ്പോൾ ഇന്നൊരു പപ്സും കൊണ്ടുവന്നു, പിന്നെ ചായയും ഉണ്ട് ഗായ്സ്. ഇപ്പം നാളെ വിഷുവാണ്. ഇനി കണിയെല്ലാം വെക്കാനുണ്ട്. അപ്പോൾ പോയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ, ബൈ. കുളിയെല്ലാം കഴിഞ്ഞ് ഗൈസ്. നമുക്ക് ഇനി കണി വെക്കാനുള്ള സാധനങ്ങൾ പറിക്കണം. ആദ്യം നമുക്ക് കപ്പളങ്ങ കുത്തിയിടാം. എന്തെല്ലാം വെക്കേണ്ടത് എനിക്കറിയില്ല. നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കും. ഞാൻ കണി വെച്ചതിന് ശേഷം യൂട്യൂബിൽ കണി വെക്കുന്ന വീഡിയോ കണ്ടിട്ട് എനിക്കൊന്നും അല്ലാന്ന് തോന്നിപ്പോയി. ഒരു സിമ്പിൾ കണിയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. അധികം ഒന്നും അതിനകത്ത് സാധനമില്ല. വീട്ടിൽ കിട്ടുന്ന കുറച്ച് അല്ലറ സാധനം വെച്ചിട്ടാണ് ഞാൻ കണി വെച്ചത്. അടുത്ത കൊല്ലം എനിക്ക് എന്തായാലും ഒരു കൃഷ്ണനെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് വാങ്ങണം. ഈ കുഞ്ഞു തോട്ടി മതിയായിരുന്നു ഇത് പറിക്കാൻ. ഞാൻ വെറുതെ ഈ വലിയ തോട്ടി എടുത്തിട്ട് വന്നു. ഞാൻ കുത്തിയിട്. ഓ, എന്നിത്ര സമയം എടുക്കുന്ന കപ്പളങ്ങ പറിക്കാൻ? ഇത് അമ്മീനെ കൊളത്തിട്ട് വേടാ ചക്ക വെട്ടി. അടുത്തുള്ള ടൗണിൽ പോയിട്ട് വിഷുവിനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് ചിക്കൻ മേടിക്കണം, പച്ചക്കറി മേടിക്കാനുണ്ട്. അങ്ങനെ സമയം 6-9 ഇപ്പം പണി കഴിഞ്ഞ് വരെ ലേറ്റായി. അതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റ് എഴുതിയിന്. വന്നിട്ട് വേണം നമുക്ക് കണിയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പോകാം ഗൈസ്. ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ മേടിച്ച് കൂട്ടും. ഇവൻ ഇവിടെ ശ്രദ്ധയില്ലാണ്ട വണ്ടി ഓടിക്കും. കൊട്ടക്കരി കിട്ടിയില്ല. നമുക്ക് കൃഷ്ണൻ ഇതേ ഉള്ളു ഗൈസ്. നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇനി ട്രോഫിനെ പുറകെ ചാരി വെച്ചു. സാധാരണക്കാരുടെ കുഞ്ഞു കൃഷ്ണൻ. അമ്മേ, എന്തുവായിരുന്നു ഇവന്. ഇപ്പൊ അവന് സമാധാനായി. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയി നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ കുറേ പടക്കമെല്ലാം പൊട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ പടക്കമൊന്നും മേടിച്ചില്ല. പിന്നെ കസിൻസിൻ്റെ എല്ലാം തറവാട്ടിൽ പടക്കം പൊട്ടിച്ചായിരുന്നു. പിന്നെ എന്നെ വിളിച്ചാൽ ഞാൻ പിന്നെ പടക്കം അധികം പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. ആ വീഡിയോ ലാസ്റ്റ് ഞാൻ അവിടെ പൊട്ടിച്ചിടുന്നുണ്ട്, പടക്കം പൊട്ടിച്ച്. പിന്നെ കുറച്ച് നേരം വായിച്ച് നോക്കി, പിന്നെ ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് അമ്മ വിളക്കെല്ലാം കത്തിച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വിഷു ആശംസിക്കുന്നു. അറിയാൻ പാടില്ല.